ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ക്രിസ്മസ് എക്സാമിൻ്റെ അതായത് നമുക്ക് കഴിഞ്ഞ സെക്കൻഡ് ടേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ആൻസേഴ്സും മൂന്നാം ക്ലാസ്സിലെ ഗണിതം മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് കഴിഞ്ഞ് നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതിയത് ശരിയാണോ എന്ന് നോക്കാൻ ഈ വീഡിയോ ഉപകാരപ്പെടും. അത് മാത്രമല്ല, നിങ്ങൾക്കിനി അടുത്ത എക്സാമിനൊക്കെ ഏതെല്ലാം മോഡലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രവർത്തനം 1 പാറ്റേൺ ആയിരുന്നു അല്ലേ? ചുവടെ കൊടുത്തിരിക്കുന്ന പാറ്റേണുകൾ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ABCD എന്ന് പറഞ്ഞിട്ട് പാറ്റേൺ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തതിൽ അല്ലേ 3 പിന്നെ വരുന്നത് എത്രയാണ്? 3 2 1 അല്ലേ? പിന്നെ വരുന്നത് 4 3 2 1. അതേപോലെ ബിയിലുള്ള ചിത്രങ്ങളും നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ 155 256 357 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ആരോ വെച്ചിട്ട് ഒരു പാറ്റേണും തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അത് ഈസിയാണ് അല്ലേ ആൻസേഴ്സ്? ഇതിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾ എഴുതിയത് എന്താണ്? നമുക്ക് നോക്കാം അതിൻ്റെ ആൻസേഴ്സ് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ സൈഡിൽ തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടില്ലേ എ എന്നുള്ളത് ആ പിക്ചർ അങ്ങനെ വരയ്ക്കണം. രണ്ടാമത്തത് കണ്ടില്ലേ ഈ ഒരു പാറ്റേൺ ആണ്. മൂന്നാമത്തത് വരുന്നത് 101 കൂട്ടിയിട്ടാണ് എഴുതേണ്ടത് അല്ലേ? അതാണ് അതിൻ്റെ ഡിഫറൻറ്റ്. അപ്പോൾ 458 എന്നാണ് അടുത്ത സംഖ്യ വരുന്നത്. ഡി നമ്മളവിടെ ആൻസേഴ്സ് ഈ ചിത്രം ഈ ഒരു ആരോ മാർക്കാണ് അവിടെ വരയ്ക്കേണ്ടത് അല്ലേ? ഈ ആൻസേഴ്സാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത എക്സാമിനൊന്നും തെറ്റിപ്പോവരുത്. ഇനി ഈ മൂന്നക്ക സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു പാറ്റേൺ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആയിട്ട് 3 സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു പാറ്റേൺ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈസി അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കാൻ അല്ലേ? 3 സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു പാറ്റേൺ ഒക്കെ ഒരുപാട് പഠിച്ചതല്ലേ? എക്സാമ്പിള് ഒരു 250 255 260 265 എന്ന് എഴുതാം അല്ലേ? 5 ഡിഫറൻറ്റ് വരുന്ന അങ്ങനെയുള്ള പാറ്റേൺസ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. അടുത്ത പ്രവർത്തനം 2 എണ്ണം പറയാം എന്നുള്ളതാണ്. ഒരു ബസ്സിൽ 3 പേർ വീതം ഇരിക്കുന്ന 11 സീറ്റും 2 പേർ വീതം ഇരിക്കുന്ന 9 സീറ്റും ഉണ്ട് അല്ലേ? ഒരു ബസ്സിൽ 3 പേർ വീതം ഇരിക്കുന്ന 11 സീറ്റും 2 പേര് വീതം ഇരിക്കുന്ന 9 സീറ്റുമാണുള്ളത് അല്ലേ? 11 സീറ്റിൽ 3 പേർക്ക് ഇരിക്കാം. പിന്നെ 9 സീറ്റിൽ 2 പേർക്ക് ഇരിക്കാം അല്ലേ? നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അവിടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? ഒരു ഭാഗത്ത് 3 ഒരു ഭാഗത്ത് 2. ഇനി എ ബസ്സിൽ ആകെ എത്ര പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം അല്ലേ? 3 അല്ലേ? ഇവിടെ എത്രയാണ്? 2. അപ്പോൾ എത്രയാണ്? 51 എന്നാണ് അതിൻ്റെ ആൻസർ അല്ലേ? നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ ഇതിൻ്റെ മാർക്ക് കിട്ടും. യാത്ര ആരംഭിച്ചപ്പോൾ 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റും 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ബസ്സിൽ ഇനി എത്ര പേർക്ക് കൂടി ഇരുന്ന് യാത്ര ചെയ്യാം അല്ലേ? 14 പേർക്കാണ്. അപ്പോൾ അതിൽ നിന്ന് മൈനസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഇനി സി ചുവടെ തന്നിരിക്കുന്നവയിൽ 3 കൂട്ടണം 3 കൂട്ടണം 3 കൂട്ടണം 3 കൂട്ടണം 3 കൂട്ടണം 3 എന്നതിനെ സൂചിപ്പിക്കുന്ന ക്രിയ ഏത്? ശരി ഉത്തരം ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 3 എത്ര തവണയാണ് കൂട്ടിയിട്ടുള്ളത്? 6 തവണ. അപ്പോൾ എങ്ങനെ എഴുതാം? 6 ഗുണിക്കണം 3 എന്ന് എഴുതാം അല്ലേ? ഓപ്ഷനിൽ സി ആണ് ആൻസർ വരുന്നത്. 6 ഗുണിക്കണം 3 എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത് പ്രവർത്തനം 3 ഷൂട്ടിംഗ് മത്സരമാണ്. ഒരാൾക്ക് 10 റൗണ്ട് ഷൂട്ട് ചെയ്യാം. ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോഴും തുക എത്ര സംഖ്യ എഴുതിയ കളത്തിലാണോ കൊള്ളുന്നത് അത്രയും സ്കോർ അവർക്ക് ലഭിക്കും അല്ലേ? ഷൂട്ടിംഗ് മത്സരത്തിൻ്റെ 5 റൗണ്ട് കഴിഞ്ഞപ്പോഴുള്ള സ്കോർ പട്ടിക താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? 10 പ്രാവശ്യമാണ് ഷൂട്ടിംഗ് മത്സരത്തിൽ 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഉള്ള പട്ടികയാണ് താഴെ തന്നിട്ടുള്ളത്. ഓരോരുത്തരും 100 10 1 എന്നീ കളങ്ങളിൽ ഷൂട്ട് ചെയ്ത് കൊള്ളിച്ച് എണ്ണം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അരുണ് 3 തവണ, 10ലില്ല 1ൽ 2 തവണ, സ്കോർ 302. ഇനി വിജയിൻ്റെത് നമുക്ക് കണ്ടെത്തണം. അതുപോലെ സെബീന
3 തവണ ഒരു തവണ ഒരു തവണയാണ്. അതായത് 311 അല്ലേ? അപ്പോൾ അതിനെ 3 100 3 100 10 1 1 10. അതുപോലെ സെബീനയുടേതും അല്ലേ? ബി ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയത് ആരാണ്? അരുണാണ് അല്ലേ? 10 റൗണ്ട് പൂർത്തിയായപ്പോൾ 820 പോയിന്റ് നേടിയ ഒരാൾ വിജയിച്ചു. ആരാണ് വിജയിച്ചത്? സെബീനയാണ് അല്ലേ? 10 റൗണ്ട് പൂർത്തിയായപ്പോൾ 820 പോയിന്റ് നേടി ഒരാൾ വിജയിച്ചു. ആരാണ് വിജയിച്ചത്? സെബീനയാണ്. താഴെ തന്നിരിക്കുന്ന സ്കോറുകളിൽ 10 റൗണ്ടുകൾ ഷൂട്ടിംഗ് മത്സരത്തിലെ സ്കോർ ആകാൻ സാധ്യതയുള്ളത് നേരെ ടിക്ക് ചെയ്യുക. ഏതാണ് ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്? 534, 722, 613, 1010 അല്ലേ? 613 ആൻസർ. പ്രവർത്തനം 4 കാർ യാത്ര. തിരുവനന്തപുരത്തു നിന്നും വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? കൊല്ലത്തു നിന്നും കാസർകോട്ടേക്കുള്ള ദൂരം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൊല്ലം നോക്കുക എത്രയാണ് തന്നിട്ടുള്ളത്, കാസർകോട്ട് എത്രയാണ് തന്നിട്ടുള്ളത് നോക്കുക, എന്നിട്ട് ആ ദൂരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ കൊല്ലത്ത് നിന്നും കാസർകോട്ടേക്ക് 520 കിലോമീറ്റർ ആണ് ഉള്ളത്. ബി കണ്ണൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ദൂരം എത്ര? 74 കിലോമീറ്റർ ആണ്. ഈ ആൻസർ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. തിരുവനന്തപുരത്തു നിന്നും കാസർകോട്ടേക്കുള്ള കാർ യാത്രയിൽ തൃശ്ശൂർ വരെ രാകേഷും അതിനുശേഷം രാധികയുമാണ് വാഹനം ഓടിച്ചത്. ആരാണ് കൂടുതൽ ദൂരം ഓടിച്ചത്? എത്ര കൂടുതൽ? അതായത് രാകേഷ് ഓടിച്ച ദൂരം 304 കിലോമീറ്റർ ആണ്. രാധിക ഓടിച്ച ദൂരം 781 കിലോമീറ്റർ ആണ്. അപ്പോൾ വ്യത്യാസം എത്രയാണ്? 304 നിന്നും 281 മൈനസ് ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടി. 23 കിലോമീറ്റർ ആണ് വ്യത്യാസം. ഇനി പ്രവർത്തനം 5 ദൂരം അളക്കാം. വിന്നിയും കൂട്ടുകാരും ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ഓരോരുത്തരും ചാടിയ ദൂരം നോക്കൂ. ബെന്നി ചാടിയത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ചാടിയ ദൂരം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ ദൂരം ചാടിയ ആദ്യ 2 സ്ഥാനക്കാരെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാം സ്ഥാനം റിമിയാണ് 2 മീറ്റർ അല്ലേ? 200 സെൻറ്റിമീറ്റർ. രണ്ടാം സ്ഥാനം വിന്നി 1 മീറ്റർ ആണ് 85 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാർക്കും നിങ്ങൾക്ക് ലഭിക്കും. അതിൽ തന്നെ ബി ചോദ്യം എന്താണ്? പട്ടികയിലെ ഏറ്റവും കൂടിയ ദൂരവും കുറഞ്ഞ ദൂരവും തമ്മിലുള്ള വ്യത്യാസം എത്ര അല്ലേ? അത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 55 സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. ഇനി സി ചുവടെ തന്നിരിക്കുന്ന അളവുകളിൽ ഒരു പെൻസിലിൻ്റെ നീളം അളക്കാൻ സാധ്യതയുള്ളത് ഏത്? ശരിയുത്തരം ടിക്ക് ചെയ്യുക. 180 സെൻറ്റിമീറ്റർ, 18 മീറ്റർ, 18 സെൻറ്റിമീറ്റർ, 180 മീറ്റർ അല്ലേ? പെൻസിലിൻ്റെ നീളം ആകാൻ സാധ്യതയുള്ളത് എത്രയാണ്? 18 സെൻറ്റിമീറ്റർ ഒക്കെ അല്ലേ ഒരു പെൻസിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ 18 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. പെൻസിലിൻ്റെ നീളമാണ് കേട്ടോ. പ്രവർത്തനം 6 ശാസ്ത്രോത്സവം. 2 ദിവസമായി നടന്ന ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഓരോ ദിവസവും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണമാണ് പട്ടികയിലുള്ളത് അല്ലേ? ഇവിടെ താഴെ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൻ്റെ ഓരോ ദിവസവും പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? പിക്ചറൊക്കെ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ശാസ്ത്രോത്സവം നടന്നതിൻ്റെ. ഇനി പങ്കെടുത്ത മത്സരങ്ങളുടെ കുട്ടികളുടെ പങ്കെടുത്ത പട്ടികയും താഴെ തന്നിട്ടുണ്ട് അല്ലേ? ഒന്നാം ദിവസം പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം, രണ്ടാം ദിവസം പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം അല്ലേ? ശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള, തത്സമയം സാമൂഹ്യ ശാസ്ത്രമേള. അതുപോലെ തന്നെ രണ്ടാം ദിവസം ഗണിതമേള, പ്രവൃത്തി പരിചയമേള, പ്രദർശനം, IT മേള എന്നും പങ്കെടുത്ത കുട്ടികളുടെ എണ്ണവും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ചോദ്യം തന്നിട്ടുള്ളത്. 2 ദിവസവും കൂടി പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത കുട്ടികളുടെ ആകെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കുട്ടികളുടെ എണ്ണം എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും അല്ലേ? ആ പട്ടിക നോക്കുക. അപ്പോൾ അതിൽ നിന്നും 267 കുട്ടികളാണ്. ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികൾ എത്രയാണ്? എല്ലാ കുട്ടികളും കൂടെ കൂട്ടിയാൽ 887 കുട്ടികൾ എന്നാണ് കിട്ടുക. ഒന്നാം ദിവസം രണ്ടാം ദിവസത്തേക്കാൾ എത്ര കുട്ടികൾ കൂടുതൽ പങ്കെടുത്തു അല്ലേ? അതിൽ നിന്നും മൈനസ് ചെയ്താൽ, ഒന്നാം ദിവസത്തിൽ നിന്നും രണ്ടാം ദിവസം മൈനസ് ചെയ്താൽ 113 കുട്ടികളാണ് പങ്കെടുത്തത് അല്ലേ? അപ്പോൾ അത്രയാണ് അതിൻ്റെ ആൻസർ. ഇത്രയാണ് വീഡിയോ. അപ്പോൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോനെ നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.